ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികയാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് ബാത്റൂമിലേക്ക് ഓടുക. ഈ സമയമാണെങ്കിൽ വരുണിന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറുക. എടി രേഖയെ, നീ എൻ്റെ അമ്മയോട് പകരം വീട്ടിയതാണല്ലേ, നിന്നെ എന്നെ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് വരുണാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വരുൺ നേരെ രേഖയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കടി, നീ എന്തിനാടി എൻ്റെ അമ്മയ്ക്ക് വിമ്മും സോപ്പ് പൊടിയും കലക്കിയ ഇത് കൊടുത്തത്? എന്താടി എൻ്റെ അമ്മ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? എൻ്റെ വരുണേട്ടാ, ഞാൻ രാധികാമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല, രാധികാമ്മയുടെ വയറ്റിളക്കം മാറാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കരണടിച്ചാൻ പോയിക്കും, ഗർഭിണിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അത് കേട്ടതും എന്നാൽ നിങ്ങൾ എന്നെ അടിക്കി, എന്നെ അടിച്ചാലേ നിങ്ങൾ വിവരം അറിയും. ഗോവിന്ദേട്ടൻ നിങ്ങളെ വെച്ചേക്കില്ല, അത് ഓർത്തോ. അത് കേട്ടതും എനിക്കൊരു ഗോവിന്ദേട്ടനെ പേടിയില്ലടി. എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരി നീയാ, നീ ഒറ്റ ഒരുത്തി. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് കേട്ടതും നമ്മുടെ രേഖയ്ക്ക് ചിരി വരിക. അതിന് രാധികാമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തു പറ്റാൻ? എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലേ അല്ലേ? എൻ്റെ അമ്മ ദേ ഛർദ്ദിക്കുക, ബാത്റൂമിൽ പോയി. എൻ്റെ വരുണേട്ടോ ഒന്ന് ചെന്ന് മുതുക് തടയി കൊടുക്ക്. എനിക്ക് ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാനോ? പിന്നെ നിങ്ങളല്ലേ രാധികാമ്മയുടെ പുന്നാരമോൻ, അപ്പം നിങ്ങളല്ലേ മുതുക് തടയി കൊടുക്കണ്ടേ? ചെല്ല് വരുണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ നിർബന്ധിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടി, എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനും ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടും ഉണ്ടാവില്ല. അറയ്ക്കല്ലേ വരുണാണ് ഈ പറയുന്നത്. അറയ്ക്കല്ലേ വരുണോ? വരുണേട്ടന് അറയ്ക്കല്ലേ അല്ലല്ലോ എന്നും രേഖ ഇത് കേട്ടതും നീ എന്താ എന്നെ കളിയാക്കുവാണോ? അല്ല വരുണേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വരുണേട്ടന് അറയ്ക്കല്ലേ ആണോ? ഞാൻ അറയ്ക്കലാണെങ്കിലും അല്ലെങ്കിലും എനിക്കിവിടെ എല്ലാ അധികാരമുണ്ട്. എന്നാൽ നിനക്ക് എന്താടി ഉള്ളത്? എൻ്റെ ഭാര്യ എന്നുള്ള സ്നേഹം പോലും ഒരു പരിഗണന പോലും നിനക്കിവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ കളിയാക്കുകയാണ്. അതേ വരുണേട്ടാ, നിങ്ങളുടെ ഭാര്യ എന്നുള്ള പരിഗണന പോലും എനിക്കിവിടെ ഇല്ല. പക്ഷേ എനിക്കൊരു ഏട്ടൻ ഇവിടെ ഉണ്ട്, ഒരു ഏട്ടനും ഒരു അനിയത്തി ഇവിടെ ഉണ്ട്. അവരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അത് മതി, അത് മാത്രം മതി എനിക്ക് ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കാൻ. എനിക്ക് നല്ലൊരു ഭർത്താവിനെ ദൈവം തന്നില്ല, എന്നാലേ കല്യാണത്തോടു കൂടെ എനിക്ക് നല്ലൊരു ഏട്ടനെയാണ് ദൈവം തന്നത്. ആ ഏട്ടൻ എൻ്റെ എൻ്റെ ദൈവം, എൻ്റെ ഗോവിന്ദേട്ടൻ. അവിടെ ഒരു ഗോവിന്ദൻ കോട്ടൻ പൊയ്ക്കോടന്ന് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ അങ്ങോട്ട് ചെല്ലുക. അമ്മയ്ക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു കുഴപ്പമില്ല, നിൻ്റെ ഭാര്യയെ ഞാൻ ശരിയാക്കും. അവളെന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാ. ഗീതുവിൻ്റെ കൂടെ കൂട്ട അവളും. എൻ്റെ ദൈവമേ, ഈ ജന്മത്ത് ഇങ്ങനൊരു 2 മരുമക്കൾ ആർക്കും കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാധിക അമ്മ കക്കൂസിലും ഛർദ്ദിക്കാനും ഒക്കെ ആയിട്ട് പരക്കം പാഞ്ഞ് നടക്കുക. ഈ സമയം പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനെയും കാണിക്കുന്ന കണ്ണേട്ടാ, നമുക്ക് പുറത്തു പോയി വല്ല ഭക്ഷണമൊക്കെ കഴിച്ചാലോ? അതിനെന്താ, പോകാൻ ഗീതു, നിനക്കെന്താ വേണ്ടേ? എനിക്ക് അവിടെ ചെന്നിട്ട് പറയാം. ശരി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മിയെ കാണാനാണ് ഗീതു അങ്ങോട്ട് പോയത്. ഗോവിന്ദനോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ സമയം അവിടെ ചെന്നതും നമ്മുടെ ഗീതുവിനോട് കഴിക്കാനൊക്കെ എന്ത് വേണമെന്നൊക്കെ ഓർഡർ ചെയ്യാൻ പറയാം. ഗീതു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയെക്കുറിച്ച് പറയുക. എൻ്റെ ലക്ഷ്മി ദേവി എന്തൊരു കഷ്ടമാണ്, എപ്പോഴും കഷ്ടപ്പാട്, വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ലക്ഷ്മി ദേവി. ഗീതു, നീ വെറുതെ എൻ്റെ സമാധാനം ഇല്ലാതാക്കാനാണോ ഇങ്ങനെ ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നേ? എനിക്കിത് കേൾക്കുമ്പോൾ കലി കയറുന്നുണ്ട്. കാലിൻ്റെ ഉപ്പൂറ്റ് മുതൽ എനിക്ക് തല വരെ പെരുത്ത് കയറുക. അത് കേട്ടതും എൻ്റെ കണ്ണേട്ടാ, ഇത് നല്ല പാടാണല്ലോ. കണ്ണേട്ടൻ്റെ അമ്മയ്ക്കും ദേവിക്കും ഒരേ പേരായത് എൻ്റെ തെറ്റാണോ? അത് കേട്ടതും നിൻ്റെ തെറ്റല്ല, പക്ഷെ നീ വിളിക്കുന്നതാണ് തെറ്റ്. ഇത്രയും നാൾ നീ കൃഷ്ണ ഭഗവാനെ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നേ, ഇപ്പം എന്താ ലക്ഷ്മി? അത് കേട്ടതും എന്ത് ചെയ്യാനാ, ഈ കുഞ്ഞ് വയറ്റിൽ വന്നതിന് ശേഷം ലക്ഷ്മി എന്നല്ലാതെ വേറെ ഒന്നും എൻ്റെ വായിൽ വരുന്നില്ല ഗോവിന്ദേട്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ മനഃപൂർവ്വം ചെയ്യുന്നതാ, മനഃപൂർവ്വം. ഇല്ല ഗോവിന്ദേട്ടാ, ഞാനെന്തിനാ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നേ? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഗീതു പറയുക. ഈ സമയം അവർക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിൽ അവരെന്നെ ഇട്ടേച്ച് പോകുമായിരുന്നോ ഗീതു? നീ പറ. 15 വയസ്സിൽ കൗമാരപ്രായത്തിൽ നടക്കുന്ന എന്നെ അവരിട്ടേച്ച് പോയി. ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ആ സമയത്താണ് അവരെന്നെ ഇട്ടേച്ച് പോയത്. അപ്പോഴൊക്കെ എന്നെ സ്നേഹിച്ച് ഉള്ളം കഴിച്ച് കൊണ്ടു നടന്നത് രാധികാമ്മയാണ്. ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. അതിനെ അവരുടെ അഭിനയമായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ അത് ഒരുപാട് അങ്ങോട്ട് തളച്ച് കയറിയായിരുന്നു ഗീതു. അവരെന്നെ സ്വന്തം മോനെ പോലെയാണ് നോക്കിയത്. എനിക്ക് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ അവർ ചതി ചെയ്യുന്നുണ്ടെങ്കിലും അന്നൊക്കെ അവരെന്നെ സ്നേഹിച്ചിരുന്നു ആത്മാർത്ഥമായിട്ട്. എന്ത് ചെയ്യാനാ,
ഞാൻ വലുതായി കുറേ പണമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാശ് തട്ടിയെടുക്കാൻ അവർ ഓരോന്ന് ചെയ്തു കൂട്ടുക എന്നൊക്കെ അമ്മ കണ്ണേട്ടനെ എന്തിനു ഉപേക്ഷിച്ചിട്ട് പോയെന്ന് കണ്ണേട്ടനോട് പറഞ്ഞ കണ്ണേട്ടൻ അമ്മയോട് ക്ഷമിക്കുമോ? അത് കേട്ടതും ക്ഷമിക്കാൻ പറ്റാവുന്ന തെറ്റാണ് അവർ ചെയ്തെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ക്ഷമിക്കും. പക്ഷേ അതല്ല, അവരെന്നെ മനഃപൂർവ്വം പറ്റിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനും മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിച്ചിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പ് പറഞ്ഞ രഞ്ജു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ എനിക്കറിയണം ഗീതു. അതുകൊണ്ടാണ് ഞാൻ അവരെ വെറുക്കുന്നത്. എൻ്റെ അച്ഛനെ സ്നേഹിച്ച അവർ മറ്റൊരു പുരുഷനോടൊപ്പം എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയണം. കണ്ണേട്ട, അമ്മയും ഒരു ഇതല്ലേ, ആ സമയത്ത് എങ്ങനെയാ കണ്ണേട്ട അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നേ? അങ്ങനെ ആരെങ്കിലും അമ്മയുടെ കൂട്ടായിട്ട് വന്നപ്പോൾ അമ്മ തിരഞ്ഞെടുത്ത് കാണും. എന്നാലും ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതാ എൻ്റെ സങ്കടം. ഞാൻ ഒറ്റ മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ കൂടെ കൂട്ടായിരുന്നല്ലോ. അവരുടെ കൂടെ അവർക്ക് താങ്ങും തണലുമായിട്ട് എന്നും ഞാൻ ഉണ്ടാവുമായിരുന്നല്ലോ. അത് കേട്ടതും എന്തൊക്കെയാ കണ്ണേട്ട ഈ പറയുന്നേ? അങ്ങനെ കണ്ണേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് അമ്മ പോയതെങ്കിലോ? അമ്മ പോകാൻ കാരണം എന്താണെന്ന് അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടന് അത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഗീതു? എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴൊന്നും എന്നോട് അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെ പ്രശ്നം. അവർക്കത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ അവരെന്ത് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല അതിനർത്ഥം. ഒരിക്കലും അല്ല കണ്ണേട്ടാ. ഒരാളൊരു കാര്യം പറയുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ വലിയ തെറ്റ് ചെയ്തു എന്നല്ല അർത്ഥം. അവരാരെയോ പേടിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണെങ്കിലോ? അത് കേട്ടതും നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്തായാലും എന്നോട് പറയുന്നതിന് എന്താ? ഞാനല്ലേ ചോദിക്കുന്നത്. അവരുടെ മകനായ എന്നോടല്ലാതെ വേറെ ആരോട് അവരിതൊക്കെ പറയേണ്ടത്? അത് കേട്ടതും ശരിയാ കണ്ണേട്ടാ, ഞാൻ അമ്മയോട് സംസാരിക്കാം. എന്തായാലും അമ്മ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടനോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് ആ അമ്മയെ സ്നേഹിക്കണം. ആ അമ്മയെ കൂടെ നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ചേർത്ത് പിടിക്കണം, തള്ളിക്കളയരുത്. ഒരിക്കലും ആ അമ്മയ്ക്ക് കണ്ണേട്ടനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അമ്മ കണ്ണേട്ടനെ കൊണ്ട് നടക്കുന്നത് ഹൃദയത്തിലാണ്. അത് മനസ്സിലാക്കാത്തത് കണ്ണേട്ടനാണ് കണ്ണേട്ട. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം തുറന്നു പറയട്ടെ. എന്താ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരി, സത്യം അറിയാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗീതു. എന്തിനാ അവരെന്നെ ഇങ്ങനെ അകറ്റിയതെന്ന് എനിക്കറിയണം. അത് കേട്ടതും ഗീതു അന്ന് ഗോവിന്ദേട്ടന് അമ്മയോടുള്ള സ്നേഹം കൂടുതലാണ്. അതുകൊണ്ടാണ് കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ആ സ്നേഹം തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ സ്നേഹം അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. ആ സ്നേഹം വിജയലക്ഷ്മി അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് നേടിക്കൊടുക്കണം. അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. എൻ്റെ ഗോവിന്ദേട്ടനെയും അമ്മയെയും ഒന്നിപ്പിക്കും. ഞാൻ ഒന്നിക്കട്ടെ. അല്ലാതെ ചതി ചെയ്യാൻ വന്ന രാധികാമ്മയ്ക്ക് അറയ്ക്കലിൽ ഒരു റോളും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും അനാർക്കലിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനാർക്കലി, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം രൂപ ആകെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുക. ഞാൻ എന്ത് ചെയ്തുന്നാ? അല്ല, മൊത്തത്തിൽ ആ ചേതൻ ഗ്രൂപ്പ് തന്നത് 1 കോടിയാണ്. ആ 1 കോടിയിൽ 50 ലക്ഷം എനിക്കും 50 ലക്ഷം വരുണിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പണം ആരോ തട്ടിയെടുത്തു. രണ്ടാമത് വരുണിൻ്റെ കയ്യിലുണ്ടായ പണം നീയും തട്ടിയെടുത്തു. ഇപ്പം ആകെ മൊത്തം അനാർക്കലി. എന്ത് പാട്? അത് പിന്നെ ആ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ചേതൻ ഗ്രൂപ്പ് വരുണിനെ കൊല്ലും. അത് കേട്ടതും അനാർക്കലി പൊട്ടിച്ചിരിക്കുക. എന്തിനാടി നിനക്ക് അങ്ങനെ ഒരു അവിഹിത സന്തതി? അവൻ ചാകുന്നത് തന്നെയല്ലേ നല്ലത്. ദേ അനാർക്കലി, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എൻ്റെ മക്കൾ വലുതാ. ഗോവിന്ദും വരുണും ഒക്കെ എനിക്ക് ഒരേപോലെയാ. ഗോവിന്ദ് നിനക്ക് നിൻ്റെ മകനാണെന്നോ? അങ്ങനെയാണെങ്കിലും നീ അവനെ ചതിക്കില്ലായിരുന്നല്ലോ. നീ അവനെ ചതിച്ച് അവൻ്റെ അച്ഛനെയും ചതിച്ച് അവൻ്റെ കുടുംബത്തെ മുഴുവനും ചതിച്ച് നീ അങ്ങോട്ട് കയറി ചെന്നതല്ലേ. അപ്പോൾ പിന്നെ അവനെ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് നീ എങ്ങനെയാ രാധിക പറയുന്നേ എന്നൊക്കെ ചോദിക്കുക. ഈ സമയം ഗോവിന്ദ് ആ കാഴ്ച കാണുകയാണ്. ഗീതു, ദേ അങ്ങോട്ട് നോക്ക്. അപ്പോൾ നമ്മുടെ ഗീതു തിരിഞ്ഞു നോക്കുക. അനാർക്കലിയും രാധികയും കൂടെ അതേ ഹോട്ടലിൽ നിന്ന് ഭയങ്കര സംസാരം. ഹോട്ടലല്ല, അതേ ഇടത്ത് നിന്ന് ഭയങ്കര സംസാരം. അത് കണ്ടതും നമ്മുടെ ഗീതു, ഇത് ആ അനാർക്കലി അല്ലേ ഗോവിന്ദേട്ടാ? അതെ, ഇത് അവൾ തന്നെയാണ് അനാർക്കലി. രാധിക അമ്മയെ അവരുമായിട്ട് എന്താ സംസാരിക്കുന്നതെന്നറിയില്ല. പക്ഷെ എന്തൊക്കെയോ അനാർക്കലിയുമായിട്ട് രാധികാമ്മയ്ക്ക് എന്താ ബന്ധമെന്ന് അറിഞ്ഞേ മതിയാകൂ.
അത് കേട്ടതും എൻ്റെ കണ്ണേട്ടൻ വിചാരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അനാർക്കലി ശരിയല്ല, അവർ പെരുങ്കള്ളിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അനാർക്കലി പെരുങ്കള്ളിയാണ്, പക്ഷെ രാധികാമ്മ അതിനേക്കാളും വലുത് എന്നൊക്കെ സമയം നമ്മുടെ അനാർക്കലി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എനിക്ക് കിട്ടേണ്ട 10 കോടി എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ നീയൊക്കെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കില്ല രാധികെ. നീയും നിൻ്റെ മകനും കൂടെ ചേർന്ന് ചെയ്തതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും ഗോവിന്ദനോട്. അതുകൊണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കാശ് കിട്ടിയേ തീരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം രാധികയും അനാർക്കലിയോട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഗോവിന്ദനും ഗീതു ഒന്നും അറിയാത്ത പോലെ അങ്ങ് നടന്നു വരിക. പെട്ടെന്നാണ് രാധിക തിരിഞ്ഞതും ഗോവിന്ദനെ കണ്ട് രാധിക ഞെട്ടിപ്പോയി. അനാർക്കലി, ഗോവിന്ദ്, ഈശ്വര, എല്ലാം കുഴഞ്ഞു എന്നാ തോന്നുന്നേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറയാം. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും, നീയാണ് ഗോവിന്ദനെ പേടിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ പണം കിട്ടണം, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി ആണെങ്കിൽ ആകെ ഭീഷണിപ്പെടുത്തുകൊണ്ട് ഓടിച്ചെന്ന് രാധിക ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുക. മോനെ കണ്ണ, ഇവള് കണ്ടോ എന്നെ ഭീഷണിപ്പെടുത്തുക, ഇവൾക്ക് പണം കൊടുക്കണമെന്ന്. പണം കൊടുത്തില്ലെങ്കിൽ ഇവള് വീണ്ടും നമ്മുടെ കുടുംബത്തെ ചതിക്കുമെന്ന്. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് രാധികയുടെ കള്ളത്തരമൊക്കെ മനസ്സിലായി ഇങ്ങനെ നിൽക്കുക. ഇത്രയും നേരം അനാർക്കലിയോട് ചിരിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നെ കണ്ടപ്പോൾ നമ്പർ ഇറക്കുക. പേരും കള്ളി, ഇവരെ വെറുതെ വിടരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ രാധികാമ്മയെ തള്ളി മാറ്റുക. എന്താ രാധികാമ്മേ, ഇവരുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ ഇപ്പോൾ, കുറച്ച് ദിവസമായി ഞാനിത് ശ്രദ്ധിക്കുന്നു. അത് കേട്ടതും നമ്മുടെ രാധിക, ഒന്ന് പോടി, ഇതെൻ്റെ ശത്രുവാ, മുൻജന്മ ശത്രു. മുൻജന്മ ശത്രുവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ചിരിച്ചും കളിച്ചുമൊക്കെ രാധികാമ്മ ഇവരോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മുൻജന്മ ശത്രുവായിട്ടൊന്നും തോന്നിയില്ല എന്നൊക്കെ ഗീതു പറയത് കേട്ടോ. കണ്ടോ കണ്ണ, ഇവളെന്നെ മനഃപൂർവ്വം കളിയാക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മനസ്സിൽ ഇവള് ഒരു ദുഷ്ടയാ, എൻ്റെ മാധവേട്ടനെ കൊന്ന ദുഷ്ട. അത് കേട്ടതും നമ്മുടെ അനാർക്കലി, രാധികേ വേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പോൾ നീയാണ് എൻ്റെ മാധവേട്ടനെ കൊന്നത് എന്നും പറഞ്ഞ അനാർക്കലിയുടെ മുൻപിൽ കണ്ണടച്ച് കാണിക്കുമോ നമ്മുടെ രാധിക. അത് എന്തോ ഗോവിന്ദ് ശ്രദ്ധിച്ചു. എന്തായാലും ഇവരൊരു പെരുങ്കള്ളിയാ, ഇവരെ ഒരിക്കലും അങ്ങനെ വെറുതെ വിടരുത്. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സത്യങ്ങൾ വിജയലക്ഷ്മി അമ്മ പറഞ്ഞാൽ മാത്രമേ എന്താ സംഭവിച്ചതെന്ന് അവിടെ മനസ്സിലാക്കാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. കണ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അവർ പെരുങ്കള്ളിയാ, അവരാകെ മൊത്തത്തിൽ അനാർക്കലിയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എപ്പോഴും ടെൻഷൻ അടിച്ച് അനാർക്കലിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അനാർക്കലി ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ അവർക്ക് തുടങ്ങിയതാ ടെൻഷൻ. എനിക്കറിയാം, കണ്ണേട്ടനറിയാത്ത എന്തോ ഒരു വലിയ രഹസ്യം അനാർക്കലിക്കറിയാം. അതാണ് രാധികാമ്മ അനാർക്കലി ഇത്ര പേടിക്കുന്നത്. എന്തായാലും കണ്ണേട്ടനെ അത് നൈസായിട്ട് അറിയാൻ നോക്ക്, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന രഞ്ജുവിനെയാണ്. രഞ്ജുവിനെയും രേഖയെയും നമ്മുടെ ഗീതുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുമോ ഗോവിന്ദ്. എന്നാലും എൻ്റെ ഒരു അവസ്ഥയെ സാരമില്ല, എൻ്റെ ഗീതുവിനെയും രഞ്ജുവിനെയും പതുക്കെ നോക്കാം, പക്ഷേ ഗീതുവിനെ രേഖയും എന്നാൽ രഞ്ജുവിനെ കൂടുതലായിട്ട് കെയർ ചെയ്തേ പറ്റൂ. ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെയാണ്, 10% പേർക്ക് മാത്രമേ ഈ രോഗത്തെ മറികടന്ന് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഈശ്വരന്മാരെ, എത്ര നേർച്ച വേണമെങ്കിലും നേരാം, ഏത് അമ്പലങ്ങളിൽ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും വന്ന് വഴിപാട് കഴിക്കാം. എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കരുത്. അവരെ കാത്തോളണേ, അവർക്ക് മരണം സംഭവിക്കരുത്. അവളുടെ രോഗം അവളെ കൂടുതൽ അപകടപ്പെടുത്തുമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടും അവൾക്ക് എത്ര ചിലവായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇരിക്കുക. അപ്പോൾ ഗീതു ആശ്വസിപ്പിക്കുകയാണ്. കണ്ണേട്ട പേടിക്കേണ്ട, രഞ്ജുവിൻ്റെ അസുഖം മാറും. സ്നേഹത്തോടെ നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാം. സ്നേഹത്തോടെ നമുക്ക് അവളുടെ അസുഖത്തെ നേരിടാം, അവളുടെ അസുഖത്തെ വെല്ലുവിളിക്കാം. ഉറപ്പായിട്ടും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കണ്ണേട്ട എന്നും നമ്മുടെ ഗീതു പറയുക. ഇത് കേട്ടതും ഗോവിന്ദനൊരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ കിട്ടുകയാണ്. പക്ഷേ രഞ്ജു സ്വന്തം ചോരയാണെന്ന് കരുതിയിട്ടാണ് ഗോവിന്ദ് ഇത്രയൊക്കെ ചെയ്യുന്നത്. എന്നാൽ രഞ്ജു ഒരിക്കലും സ്വന്തം ചോരയല്ല. തൻ്റെ അച്ഛൻ മാധവൻ നായരെ കൊന്ന
അനാർക്കലിയുടെ ചോരയാണ് രഞ്ജു. അതറിയാതെ ഗോവിന്ദ് രഞ്ജുവിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. രഞ്ജുവിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നുണ്ട്. എന്നാൽ സത്യങ്ങൾ അറിയുന്ന ഗോവിന്ദ് രഞ്ജുവിനെ ആട്ടിപ്പായിക്കോ, വിജയലക്ഷ്മിയോട് ഇതിന് ഗോവിന്ദ് ക്ഷമിക്കോ എന്നൊക്കെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ അടിപൊളിയാണ്. പ്രേക്ഷകരാരും മിസ് ചെയ്യരുത്. നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന അടിപൊളി മുഹൂർത്തം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. നമ്മുടെ രഞ്ജുവും അനാർക്കലിയും അമ്മയും മകളുമാണ്. അതല്ല, മാധവനെ കൊന്നത് അനാർക്കലിയല്ല രാധികയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തെളിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.